നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂൺ 1 മുതൽ 30 വരെ, അതായത് ഇടവം 18 മുതൽ മിഥുനം 16 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. ആരെയും വകവയ്ക്കാത്ത സ്വഭാവമുള്ളവരായിരിക്കും ചിത്തിര നക്ഷത്രക്കാർ. ഇവർ ആരോടും വിധേയത്വം കാണിക്കുന്നവരല്ല. സ്വന്തം അഭിപ്രായത്തിനു മാത്രമേ പ്രാധാന്യം നൽകുകയുള്ളൂ. തങ്ങളുടെ സങ്കുചിത മനസ്സ് ചില അവസരങ്ങളിൽ ഇവർക്ക് ദോഷകരമായി വരാറുണ്ട്. ചില സമയത്ത് ഹൃദയവിശാലത കാണിക്കുന്ന ഇവർ ചില സമയങ്ങളിൽ ഒട്ടും ഹൃദയവിശാലതയില്ലാതെ പ്രവർത്തിക്കുന്നതും കാണുന്നതാണ്. സാധാരണയായി 32 വയസ്സുവരെ ചിത്തിര നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നതായി കാണുന്നു. എന്നാൽ അതിനുശേഷം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കൈവരുന്നതാണ്. അപകീർത്തി, ചീത്തപ്പേരുകൾ എന്നിവയൊക്കെ കേൾക്കുവാൻ യോഗമുള്ളവരാണിവർ. എന്നാൽ 32 വയസ്സിന് ശേഷം ഇവയെല്ലാം മാറി നല്ലൊരു വ്യക്തിജീവിതത്തിന് ഉടമയായിത്തീരുന്നു. എല്ലായ്പ്പോഴും വലിയ രീതിയിൽ ഇവർക്ക് പുരോഗതിയിൽ വരുമ്പോഴെല്ലാം തന്നെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഇവർക്ക് വന്നു ഭവിക്കുന്നതാണ് കാണപ്പെടാറ്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2025 ജൂൺ മാസത്തിൽ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ മുഴുവൻ തന്നെ നേടിയെടുക്കാനാവുന്നതാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പാതി വഴിയിൽ നിർത്തിയ കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കാനാവുന്നു. കേസുകൾ, തർക്കങ്ങൾ എന്നിവയിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുവെ നിങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ സമാധാനം സംജാതമാകുന്നതാണ്. സമൂഹത്തിൽ മാന്യമായ സ്ഥാനം നേടിയെടുക്കാനാകുന്നു. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ കൂടുതൽ അവസരങ്ങൾ വന്നു ഭവിക്കുന്നു. തടസ്സങ്ങൾ അനുഭവപ്പെട്ടിരുന്ന ചിട്ടി, ലോൺ മുതലായവ ലഭ്യമാകുന്നതാണ്. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാൻ ഏറെ സാധ്യതയുള്ള മാസമാണ്. എന്നാൽ നിങ്ങളുടെയോ കുടുംബാംഗങ്ങളുടെയോ അനാവശ്യ തിടുക്കം മൂലം ചില നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളതായി കാണുന്നു. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം പുരോഗതി ഉണ്ടാകുന്ന മാസമാണ് ജൂൺ. അതുപോലെ തന്നെ പരീക്ഷാ വിജയത്തിൽ വളരെ ഉന്നതമായ സ്ഥാനമാണ് ഫലമായി വരാൻ പോകുന്നത്. നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും തന്നെ ഉന്നത വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. സിനിമ, കലാകാരന്മാർ എന്നിവർക്ക് വളരെയധികം പ്രശസ്തിയുണ്ടാകുന്ന മാസമാണ്. എൻട്രൻസ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും വളരെ ഉന്നതമായ പരീക്ഷാ വിജയം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പ്രിയ സുഹൃത്തുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. സർക്കാർ ജോലിക്കാരായ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. ജൂൺ മാസ അവസാനത്തിൽ ചില അപവാദങ്ങളിൽ ഉൾപ്പെടുവാൻ ഇടയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കൈകളുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങൾക്കുള്ള സാധ്യത കാണുന്നു. ജൂലൈ മാസം ആദ്യ വാരത്തോടെ തന്നെ എല്ലാ രംഗങ്ങളിലും കാര്യപുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി കരാർ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ജോലിയിൽ സ്ഥിരത കൈവരിക്കാൻ അനുകൂലമായ മാസമാണ്. ഗവേഷണ വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. എഴുത്ത് തൊഴിലായി സ്വീകരിച്ചവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ അകാരണമായ മനോവ്യഥകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. കുടുംബാംഗങ്ങൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായേക്കാം. എന്നാൽ പങ്കാളിത്ത ബിസിനസ്സിൽ നിങ്ങൾക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. സഹോദരങ്ങൾ തമ്മിലുണ്ടായിരുന്ന തർക്കം വളരെ രമ്യതയിൽ എത്തിച്ചേരുന്നു. കുടുംബം ഒന്നിച്ചുള്ള ഉല്ലാസയാത്രകൾ പോകുന്നതിനുള്ള അവസരമുണ്ടാകുന്നതാണ്. നിങ്ങൾ പറഞ്ഞ വാക്കുകളുടെ പിൻബലത്തിൽ ആരോപണങ്ങൾക്ക് വിധേയനാകേണ്ടി വരാം. അതുകൊണ്ട് തന്നെ പറയുന്ന വാക്കുകളിലും സ്വന്തം പ്രവൃത്തികളിലും അതീവ ജാഗ്രതയുണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ നിങ്ങളുടെ മനസ്സിൻ്റെ കരുത്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തന്നെ നേരിടുവാൻ സാധിക്കുന്നതാണ്. വിവാഹം അന്വേഷിക്കുന്നവർക്ക് അനുകൂല തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം. ജൂൺ മാസാവസാനത്തിൽ പിന്നീട് നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ലഭിച്ചേക്കാവുന്ന തരത്തിലുള്ള ഉന്നത വ്യക്തികളുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യാവസരങ്ങൾ കൈവരുന്നുണ്ട്. കുടുംബജീവിതത്തിലെ തർക്കങ്ങൾ രമ്യതയിലെത്തുവാനും പരിഹരിക്കുവാനും നിങ്ങൾക്ക് പൂർണ്ണമായും സാധിക്കുന്നതാണ്.
ജീവിത പങ്കാളിയുമായി വളരെ സ്നേഹത്തോടെയും സഹകരണത്തോടെയും പെരുമാറുവാൻ ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യും. സന്താനങ്ങളെക്കൊണ്ട് ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന യാത്രകൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഭക്ഷണ സംബന്ധമായ അലർജികൾക്ക് സാധ്യതയുള്ളതിനാൽ വളരെയധികം കരുതൽ ആവശ്യമാണ്. സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം പ്രശസ്തിയും കർമ്മമണ്ഡലങ്ങളിലുള്ള ഉയർച്ചയുമാണ് ജൂൺ മാസത്തിൽ വന്നു ഭവിക്കുന്നത്. ബന്ധുമിത്രാദികളുടെ അനാവശ്യ കാര്യങ്ങളിൽ തലയിട്ട് സ്വസ്ഥത കുറയുവാനിടയുണ്ട്. ഉത്തരവാദിത്തമില്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കാണുന്നു. അതിനാൽ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാർഷിക വൃത്തിയിലേർപ്പെട്ടിരിക്കുന്നവർക്ക് കൃഷിയിൽ വളരെയധികം മികച്ച വിളവ്, പുരോഗതി എന്നിവയെല്ലാം പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. സ്വയം തൊഴിൽ, ബിസിനസ് എന്നിവയിലും നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലധികം പുരോഗതി ഉണ്ടാകുന്നതായി കാണുന്നു. എല്ലാ മേഖലകളിലും നിങ്ങൾ വളരെയധികം സത്യസന്ധമായി പ്രവർത്തിക്കുന്നതിനാൽ അംഗീകാരങ്ങൾ ലഭ്യമാകുന്നു. ഇനി വസ്തുവിൽപ്പനയുമായി ബന്ധപ്പെട്ട് ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതിയുണ്ടാകുന്നു. പ്രണയകാര്യങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും പരാജയ സാധ്യത കാണുന്നില്ല. മാസത്തിലെ അവസാന ആഴ്ചയിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിത ലാഭവും മനസ്സിന് സന്തോഷമുണ്ടാകുന്നതുമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വീഴ്ച മൂലം നേരിയ പരിക്കുകൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കഫസംബന്ധമായ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതായും വരാം. പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജോലിക്കാർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും തങ്ങളുടെ ഔദ്യോഗിക തലത്തിൽ ചില അഴിച്ചുപണികൾ വേണ്ടി വരുന്നതായി അനുഭവപ്പെടുന്നതാണ്. ഇനി ചെറുകിട കച്ചവടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അമിതമായ ലാഭം പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. കുടുംബജീവിതത്തിലെ സ്വൈര്യക്കേടുകൾ പൊതുവെ മാറി വരുന്നതായി അനുഭവപ്പെടുന്നു. അതുപോലെ പുതിയ വാഹനം വാങ്ങിക്കുന്നതിന് യോഗം കാണുന്നുണ്ട്. പിണങ്ങിയിരുന്ന സുഹൃത്തുക്കളുമായി അടുക്കുവാൻ സാധിക്കുന്നു. ചുരുക്കത്തിൽ നിങ്ങളുടെ സാമ്പത്തിക നില, വ്യക്തി, കുടുംബ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവ വളരെ തൃപ്തികരമായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ഈശ്വരാനുകൂലത്തിൻ്റെ അഭാവം നിങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും സൃഷ്ടിച്ചേക്കാം. തുടർച്ചയായി 3 ചതുർത്ഥി ഗണപതി ഭഗവാന് നെൽപ്പറ സമർപ്പിക്കുന്നത് നല്ലതാണ്. കൂടാതെ എല്ലാ മാസവും ശിവക്ഷേത്ര ദർശനം നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാട് കഴിപ്പിക്കേണ്ടതാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തുടർച്ചയായി 5 മാസം പാനകം കഴിപ്പിക്കുന്നതും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച തോറും നാരങ്ങാ വിളക്ക് സമർപ്പിക്കുന്നതും നിങ്ങൾക്ക് ദോഷപരിഹാരമായി ചെയ്യുന്നത് ഗുണഫലാർഹമായി കാണുന്നു. ജാതിമതഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഉത്തമ ദിവസങ്ങളിൽ പോയി സന്ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലദായകവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും സഹായകമാകുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാനലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്.
ബിസിനസ് വാട്സാപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.